ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി കണ്ടെത്തിയ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാൽപ്പ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇവർ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി തന്നെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളായ രോഹിത് ശാസ്ത്രി എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര തുറമുഖ ഫിഷിംഗ് ജലഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമായ ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സിഇഒ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാന പ്രതിയായ രോഹിത് ആകട്ടെ അവിടെ നിന്നുകൊണ്ട് തന്നെ സൂക്ഷ്മ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല മുൻപ് നാവിക കപ്പലുകൾ നിർമ്മിക്കുന്ന കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കേരളത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് നാവികസേനയുമായി ബന്ധപ്പെട്ട കപ്പലുകളുടെ തിരിച്ചറിയൽ നമ്പറുകൾ ഉൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങളുടെ പട്ടിക രോഹിത് വാട്സ്ആപ്പ് വഴി നിയമവിരുദ്ധമായി തന്നെ പങ്കുവച്ചതായും നിയമവിരുദ്ധ ആനുകൂല്യങ്ങൾ നേടിയതായും തന്നെ ഇപ്പോൾ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മാൽപ്പെ കപ്പൽശാല യൂണിറ്റിൽ ചേർന്നതിന് ശേഷം തന്നെ കൊച്ചിയിലെ സുഹൃത്തിൽ നിന്ന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാൽപ്പെ പോലീസ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 152 പ്രകാരവും 1923 ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരവും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കർക്കാല ഡിവിഷൻ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായ ഹർഷ എന്ന വ്യക്തിയാണിപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തതും. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ സ്വദേശികളാണ് പ്രതികൾ. അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കുകയും ഡിസംബർ 3 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നിരന്തരം ഇത്തരത്തിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ നടന്ന അതിൽ മുഖ്യ സൂത്രധാരന്മാരായ വ്യക്തികളും പാകിസ്ഥാനുമായി വലിയ ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ മനുഷ്യ ബോംബറുകളാകാൻ ഡോക്ടർ ഷാഹിൻ ആകട്ടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സാമ്പത്തികമായി തന്നെ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളെയാണ് എന്നതാണ് ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വൈറ്റ് കോളർ ഭീകരതയുടെ ഭാഗമായി തന്നെ മാറിയ ഡോക്ടർമാരിൽ ഡോക്ടർ ഷഹീനെ പോലെ വേറെയും മറ്റ് ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഡോക്ടർ ഷഹീൻ ആകട്ടെ കൈമാറിയ അവരുടെ വാട്സപ്പ് സന്ദേശത്തിൽ നിന്നായിരുന്നു മുസ്ലിം സ്ത്രീകളെ എങ്ങനെ തീവ്രവാദത്തിന്റെ കൈകളിലേക്ക് എത്തിയതും അതുപോലെ അവർ എങ്ങനെ ഇവരുടെ കെണിയിൽ വീണതെന്ന വിവരങ്ങൾ പുറം ലോകം അറിയുന്നതും. ഇവരെ തന്ത്രപൂർവ്വം തന്നെ പുറത്ത് പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ മനുഷ്യ ബോംബറുകളാകാൻ വേണ്ടി എത്തിക്കുകയാണ് ഉണ്ടായതും. മാത്രമല്ല ഇവരുടെ തന്നെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ പക്കൽ വ്യക്തമായ പ്ലാൻ അവർ വരച്ചു വെച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആക്രമണം നടത്തിയിരിക്കുന്നതായി വിവരങ്ങളാണ് പുറത്തു വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.